ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് നല്ല ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി ലൈഫിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. ആ ടിപ്സ് എന്തൊക്കെയാണെന്നൊന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളെന്ന് കൊടുത്ത് എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വാടിപ്പോയതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ ഉണ്ടെങ്കിൽ അതെടുക്കണം. നമ്മൾ ഈ ഒരു ചൂട് സമയത്ത് നാരങ്ങ നമുക്ക് അത്യാവശ്യമാണ്. നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കുന്ന ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ്, അതുപോലെ ദാഹത്തിനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഈ നാരങ്ങ പെട്ടെന്ന് ഇങ്ങനെ നീര് വരാതിരിക്കുമ്പോൾ നമുക്കത് നീര് വരാനുള്ള ഒരു ടിപ്പാണ് ഇവിടെ കാണിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ്. ഫസ്റ്റ് നമ്മൾ ഇതുപോലെ തറയിൽ ഇതുപോലൊക്കെ വെച്ചതിന് ശേഷം ഇതുപോലെ നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഇങ്ങനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കുവാണെങ്കിൽ നമുക്ക് നാരങ്ങയുടെ നീര് ഫുള്ളും നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പഴമെന്ന് പറഞ്ഞാൽ ഏത്തപ്പഴമായാലും അതുപോലൊക്കെ തന്നെ ചെറുപഴമാണെങ്കിലും നമ്മൾ ഒരുപാട് വീട്ടിലുള്ളതാണെങ്കിലും വാങ്ങി വെച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് പഴുത്ത് പോകാറുണ്ട്. ഇല്ല, എല്ലാം കൂടെ ഒന്നിച്ച് പഴുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ വീട്ടിൽ സ്വന്തമായിട്ട് കൊലയൊക്കെ ഉള്ളവരാണെങ്കിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്നിച്ച് വെക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പഴുത്ത് പോകും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പഴുത്ത് പോകാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഇവിടെ കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നിച്ചുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ച് വെക്കാം. ഇതിപ്പോൾ 2ആയിട്ട് കട്ട് ചെയ്താണ്. അതിന് ശേഷം നമ്മുടെ വീട്ടിലൊക്കെ ഫോയിൽ പേപ്പർ ഉണ്ടാവുമല്ലോ, ഫോയിൽ പേപ്പർ എടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലൊക്കെ ഈ ഒരു അധികം പഴുക്കുന്നതിന് മുമ്പ് തന്നെയാണെങ്കിലും പഴുത്തതിന് ശേഷമാണെങ്കിലും ഇതേപോലെയൊക്കെ ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പഴം ആ പഴുത്തതിൻ്റെ ബാക്കി പെട്ടെന്ന് പഴുത്ത് പോകത്തില്ല, കേടായി പോകത്തില്ല, നല്ല ഫ്രഷ് ആയിട്ടിരിക്കും, പെട്ടെന്ന് പഴുക്കത്തില്ല. അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്യുക. ഒന്നിച്ചുള്ള പഴമാണെങ്കിൽ ഒന്നിച്ച് ഇതുപോലെ ഫോയിൽ പേപ്പർ നിങ്ങൾ വെച്ചാലും മതി. അപ്പോൾ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ ഞാനിവിടെ ഒന്ന് ഫോയിൽ പേപ്പർ വെച്ചൊന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് എത്ര ദിവസം വേണമെങ്കിലും ഫ്രിഡ്ജിലോ പുറത്തോ ഒക്കെ വെച്ചിരുന്നാലും പഴുത്ത് പോകത്തില്ല. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് നമ്മൾ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് ഇല്ലേ. പക്ഷെ നമ്മളിന്ന് പച്ചമുളക് കട്ട് ചെയ്യുന്ന സമയത്ത് കൈയൊക്കെ പുകയാറുണ്ട്, അല്ലെങ്കിൽ നീറാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ കൈ തൊടാതെ തന്നെ നമുക്ക് എങ്ങനെ പച്ചമുളക് കട്ട് ചെയ്യുക എന്നുള്ളൊരു ടിപ്പാണ് കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലെക്കുള്ള ഒരു ഫോർക്കാണ്. ഫോർക്ക് എടുത്തതിന് ശേഷം ഈ ഒരു പച്ചമുളകിലേക്ക് നമുക്കൊന്ന് കുത്തി വെച്ച് കൊടുക്കാം. ഇതുപോലൊക്കെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫോർക്ക് വെച്ചൊന്ന് കുത്തി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതുപോലൊക്കെ മുളക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുളക് കട്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ കയ്യിൽ പുകച്ചിലുണ്ടാവില്ല, നീറ്റലും ഉണ്ടാവില്ല. ഇതേപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഈ ഒരു കത്തി നമുക്ക് മൂർച്ച വളരെ കുറവാണ്. പെട്ടെന്ന് മൂർച്ച ഉണ്ടാവാനുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത്. അതുപോലെ കത്തിയാണെങ്കിലും കത്രികയാണെങ്കിലും നിങ്ങൾക്ക് നല്ലപോലെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഫോയിൽ പേപ്പർ എടുക്കുക. എടുത്തതിന് ശേഷം ഈ ഒരു കത്തിയുടെ ഈ ഒരു ഭാഗത്ത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതേപോലൊക്കെ നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലൊക്കെ കണ്ടില്ലേ, ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് കട്ട് ചെയ്ത് നോക്കുക. ഇതേപോലെ വേണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ. നല്ലപോലെ ഇത് 2-3 ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലൊക്കെ ഒന്ന് ആ ഒരു കത്തിയുടെ ആ ഒരു നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് കട്ട് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കട്ടാവും. ഇതുപോലൊക്കെ മുളക് ഞാൻ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. പെട്ടെന്ന് നമുക്ക് കട്ടാവുന്നതായിരിക്കും. കണ്ടില്ലേ. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പഴമൊക്കെ വാങ്ങി കഴിയുമ്പോൾ കുറച്ച് നാൾ കഴിയുന്നുണ്ടെങ്കിൽ ഇതുപോലെ കേടായി പോകാറുണ്ട്. അതുപോലൊക്കെ തന്നെ വിളയാത്ത കായൊക്കെ നമ്മൾ അധികം വിളഞ്ഞിട്ടില്ലാത്ത കായൊക്കെ എടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ കറുത്ത് പോകാറുണ്ട്. അതുപോലെ കുറേ ദിവസം കഴിയുന്നുണ്ടെങ്കിൽ പഴുത്ത പഴവും ഇതുപോലെ കേടായി പോകാറുണ്ട്. അപ്പോൾ സാധാരണ നമ്മളെടുത്ത് കളയുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും നിങ്ങൾ കളയില്ല. വളരെയധികം യൂസ്ഫുള്ളാണ് ഈ ഒരു കേടായ പഴം കൊണ്ട്. ഫസ്റ്റിൽ നമുക്ക് ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ പഴം ഓരോന്നായിട്ട് നമുക്കൊന്ന് എടുക്കാം. അപ്പോൾ ഞാനിവിടെ പഴമെല്ലാം കുറച്ച് ഇതുപോലെ തൊലി കളഞ്ഞൊന്ന് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിലെടുക്കുക. ബോട്ടിലെടുത്തതിന് ശേഷം ഓരോന്ന് ഇതുപോലൊക്കെ നമുക്ക് ഒന്ന് അരിഞ്ഞ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം.
കേടായ പഴവും നല്ലപോലെ കേടായതാണെങ്കിൽ നമുക്കിതിലേക്കൊന്ന് ഇതുപോലെ ഓരോന്നും അരിഞ്ഞൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരട്ടെ. തൊലി നമ്മൾ ഇതിനകത്ത് ഇടുന്നില്ല, തൊലി സെപ്പറേറ്റ് നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പഴമെല്ലാം ഇവിടെ അരിഞ്ഞ് ഈ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ തൊലി ഞാനിവിടെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മളിവിടെ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 2 പാത്രത്തിലേക്കും വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊരു പകുതി ഭാഗത്തോളം കുതിർന്ന് കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം നമുക്ക് വെള്ളമൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ട് പാത്രത്തിലും വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് മാറ്റി വെക്കാം. ഒരു 2ാമത്തെ ദിവസം, നമുക്ക് ഇന്നൊരു ദിവസം കഴിഞ്ഞ് നാളെ ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് 2ാമത്തെ ദിവസം നമുക്കിത് തുറന്നെടുക്കാം. അതുവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിത് അടച്ച് വെച്ചിട്ട് 2 ദിവസം എന്ന് പറഞ്ഞെങ്കിലും ഒരു 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. 3ാമത്തെ ദിവസമാണ് ഞാനിത് എടുക്കുന്നത്. കണ്ടില്ലേ, നല്ല ഫെർമെൻറ്റേഷൻ പോലെ ആയിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ. ഇനി ഇത് നല്ല പോലൊക്കെ നമുക്കൊരു പഴയ തവിയോ കമ്പോ എന്തെങ്കിലും ഇട്ടിട്ട് നല്ല പോലൊക്കെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു കളറ് തന്നെ നമുക്ക് മാറി കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കിടക്കുന്ന ആ ഒരു പഴമുണ്ടല്ലോ, അത് നമുക്ക് നല്ല പോലൊക്കെ ഒന്ന് ഇതിനകത്ത് ഇട്ട് തന്നെ ഇതുപോലൊന്ന് ഉടച്ചൊന്ന് ചെയ്ത് കൊടുക്കുക. ഇതുപോലൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇതാ കണ്ടില്ലേ. ഞാനിതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തിരുന്ന പഴമൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ച് ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ കളർ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതിൻ്റെ എസൻസ് എല്ലാം ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, ഈ ഒരു വെള്ളത്തിലേക്ക്. ഇനി നമ്മൾ ഇതിൽ അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ഫാറ്റും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ധാതുക്കളും ഒക്കെ വളരെയധികം അടങ്ങിയിട്ടുള്ള ഈ ഒരു വെള്ളം വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. സാധാരണ നമ്മൾ ഇത് വെറുതെ കളയുകയാണ്. ഈ പഴമൊക്കെ ചീഞ്ഞ് കഴിഞ്ഞാലോ ചീഞ്ഞല്ലോ എന്നോർത്ത് നമ്മൾ വെറുതെ കളയും. ഇതോട്ട് നിങ്ങൾ ഇതൊന്നും കളയരുത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഇനി നമുക്ക് ഈ ഒരു വെള്ളം നമുക്കൊന്ന് അരിച്ചൊന്ന് മാറ്റിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു ബാലൻസ് പഴം ഉണ്ടല്ലോ, അത് നമ്മൾ കളയത്തില്ല, മാറ്റി വെക്കാം നമുക്ക്. അപ്പം ഞാനിതൊന്ന് അരിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഞാനിവിടെ അരിച്ചെല്ലാം ഒരു ചരുവത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ എത്രത്തോളം ആണോ നമ്മുടെ ആ ഒരു ബോട്ടിലിൻ്റെ 1/4 ഭാഗത്തോളം ഇതേപോലെ 1/4 ഭാഗത്തോളം ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ ആ ഒരു 1/4 ഭാഗത്തോളം തന്നെ അതേ സെയിം അളവിൽ തന്നെ നമ്മൾ വെള്ളവും കൂടി ചേർത്ത് വേണം ഇതെടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ അത്രയും കൂടെ വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനില്ലേ. അസൽ നമ്മൾ കഞ്ഞിവെള്ളം എങ്ങനെ ഇരിക്കുമോ ആ ഒരു രീതിയിൽ ആ ഒരു കളറിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിനെ നമ്മളൊരു സ്പ്രേ ബോട്ടിലേക്കാണ് ആക്കി കൊടുക്കുന്നത്. അപ്പം ഞാനൊന്ന് സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു മിശ്രിതം ഇവിടെ ബോട്ടിലാക്കിയിട്ടുണ്ട്, കണ്ടില്ലേ. അതിന് ശേഷം ഞാൻ സ്പ്രേ ബോട്ടിലില്ല, സാധാ ഒരു ബോട്ടിലെടുത്തിട്ട് അതിൽ 3 ഹോളിട്ടതിന് ശേഷം ഞാൻ ബോട്ടിലാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ മെയിനായിട്ട് നമ്മുടെ പച്ചക്കറി എന്ന് പറഞ്ഞാൽ വഴുതനം, അതുപോലൊക്കെ തന്നെ വെണ്ട, അങ്ങനെയൊക്കെ ഉള്ളതിന് വളരെയധികം നല്ലതാണ്. ഇലകളിലൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു പാട്, അതുപോലെ പ്രാണികളുടെ ശല്യം, ഇതെല്ലാം മാറാനും അതുപോലൊക്കെ തന്നെ നമുക്ക് ആ ഉണ്ടാകുന്ന കായിലും പൂവിലും എല്ലാം നമുക്ക് ഇതുപോലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ യാതൊരുവിധ കീടങ്ങളും ഈ ഒരു ചെടിയിലും അതുപോലൊക്കെ തന്നെ പച്ചക്കറികളിലും ഒന്നും ഉണ്ടാവില്ല. അതുപോലെ മത്തയുണ്ട്, ഇവിടെ മത്തയിലും ഒക്കെ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ പൂക്കാത്ത കായ്ക്കാത്ത ഒക്കെ പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ടൈമിൽ ചീരയൊക്കെ നമ്മൾ വളരെയധികം നടുന്ന ഒരു സമയമാണല്ലേ. ഈ ഒരു സമയത്ത് ഫെബ്രുവരി മാസങ്ങളിലാണ് ചീര. അതുപോലൊക്കെ തന്നെ ഞാനിവിടെ തക്കാളി നട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ പച്ചച്ചീര. ഇതിലൊക്കെ ഞാനിതുപോലൊക്കെ മാസത്തിലൊരു 2 പ്രാവശ്യം ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. എത്ര വളർച്ചയില്ലാത്ത മുരടിച്ച് പോയതുമായിട്ടുള്ള പച്ചക്കറികളെല്ലാം ഇതുപോലൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നതായിരിക്കും. എന്താ കണ്ടില്ലേ. അതുപോലെ തന്നെ എത്ര കായ്ക്കാത്ത മുളകുണ്ടെങ്കിലും മുളകിലിതാ കണ്ടില്ലേ നിറച്ച് കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഇതെല്ലാം മുരടിച്ച് പോയതാണ്. കണ്ടില്ലേ, ധാരാളം നമുക്ക് മുളകും ആണെങ്കിൽ ഇതിൻ്റെ ചുവട്ടിലും അതുപോലൊക്കെ തന്നെ ഇലയിലും പൂവിലും കായിലും എല്ലാം ഇതുപോലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു പച്ചച്ചീര എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഫംഗസ് ബാധ ഉണ്ടാവും. ഒരു ഇലകളിലൊക്കെ ഒരു വൈറ്റ് കളറായിട്ട് ഈ ഒരു ഇലയൊക്കെ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് കളറിൽ ഒരുമാതിരി ഫംഗസ് ബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ അണുബാധ പ്രാണികളൊക്കെ വന്ന് ഇലയൊക്കെ തിന്നു കഴിഞ്ഞാലും അതുപോലൊക്കെ തന്നെ ഇല കട്ടായി പോകും. അതുപോലൊക്കെ തന്നെ പ്രാണികളും
കീടങ്ങളും ഒക്കെ ഉള്ളത് കാരണം ഈ ഒരു പച്ച ചീര എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് നശിച്ചു പോകുന്നത്. പക്ഷെ നിങ്ങൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും. നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഇതാ കണ്ടില്ലേ. അതേപോലെ തന്നെ മുരിങ്ങ, പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് മുരിങ്ങ കായ്ക്കില്ല എന്നുള്ളത്. ഇതുപോലൊക്കെ നമ്മൾ മുരിങ്ങയുടെ കമ്പ് ഒന്ന് ചരിച്ച് നട്ടു കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇതുപോലെ അതിൻ്റെ ആ ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, പെട്ടെന്ന് കായുണ്ടാവും. കണ്ടില്ലേ, ഞാനിപ്പോൾ ഇത് നട്ടിട്ട് ഒരു മാസം ആയതേ ഉള്ളൂ. നല്ല പോലൊക്കെ ഇലയൊക്കെ ആയിട്ടുണ്ട്. ഇതിനി പൂക്കാറായിട്ടുണ്ട്. പൂത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ വീഡിയോ ഇട്ടൊന്ന് കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫാഷൻ ഫ്രൂട്ടിലൊക്കെ ഉണ്ടാകുന്ന ഇലകളുടെ പ്രശ്നങ്ങൾക്കും ഇത് വളരെയധികം നല്ലതാണ്. കണ്ടില്ല, ഞാൻ ഫാഷൻ ഫ്രൂട്ട് നട്ടിട്ടുണ്ട്. അതിൽ ഇതേപോലൊക്കെ കീടങ്ങളൊന്നും ഇല്ലാതെ കൊണ്ട് ആ ഒരു മഞ്ഞ നിറമൊക്കെ വന്ന് പഴുത്ത് പോവുകയൊക്കെ ചെയ്യും. ഇലകളും പച്ചക്കറികളുടെ ആണെങ്കിലും ഫ്രൂട്ട്സിൻ്റെയൊക്കെ ആണെങ്കിലും ചെടികളുടെയൊക്കെ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, മാസത്തിൽ 2 പ്രാവശ്യം. അതേപോലെ തന്നെ റോസാ ചെടി, അതിൻ്റെ പൂക്കൾ പ്രാണികളൊക്കെ തിന്ന് കളയാറുണ്ട്. ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പൂക്കളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ ചെടികളും പച്ചക്കറികളും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.